ഹായ്, ഇന്ന് നമ്മൾ റിപ്പയറിന് എടുത്തിരിക്കുന്നത് NX-ADയുടെ 2500 വാട്ട്സിൻ്റെ ഒരു പ്രൊഫഷണൽ ആംപ്ലിഫയർ ആണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ചാനൽ ബിയുടെ പ്രൊട്ടക്ഷൻ ലൈറ്റ് കത്തിയിരിക്കുകയാണ്. അതേപോലെ ഫുൾ സിഗ്നലും കത്തി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ DC ഫാൾട്ട് എഴുതി കാണിക്കുന്നുമുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ആംപ്ലിഫയർ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ ആംപ്ലിഫയറിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കാനായിട്ട് നമ്മൾ ആംപ്ലിഫയർ തുറന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഫുള്ള് ഡസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ചാനൽ ബിയുടെ മൊഡ്യൂൾ. അപ്പം ചാനൽ ബിയുടെ ആംപ്ലിഫയർ മൊഡ്യൂളിൽ ധാരാളം ഇതിനു മുമ്പും സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിനകത്തെ ഹൈ വാട്ടേജ് റെസിസ്റ്റൻസ് ഒക്കെ വേറെ മോഡലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഇതിനു മുമ്പ് റിപ്പയർ പലരായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സോഫ്റ്റ് സ്റ്റാർട്ട് സെക്ഷനാണ്. അതിനകത്ത് ഒരു ജമ്പർ വയറൊക്കെ കൊടുത്ത് വെച്ചേക്കുന്നു. അതേപോലെ കപ്പാസിറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ്, ബഡ്ജ് ആയിട്ടുണ്ടോ, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. ബി ചാനലിൻ്റെ സെക്ഷൻ നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്. ഇതിനകത്ത് നമുക്ക് വിഷ്വലി നമുക്ക് കുറേ ഭാഗങ്ങൾ കത്തിയിരിക്കുന്നതായിട്ട് കാണാം. ആദ്യമായിട്ട് ഞാൻ ഇതാണ്ട് കാണിക്കുന്ന ഒരു 100 ഓം റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഒരു ട്രാൻസിസ്റ്റർ ബ്ലാസ്റ്റായി പോയിട്ടുണ്ട്. ആ ട്രാൻസിസ്റ്റർ, അതേപോലെ തന്നെ ചെറിയ റെസിസ്റ്റർ, അതെല്ലാം ബേൺ ആയിരിക്കുകയാണ്, കത്തിപ്പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ 2 റെസിസ്റ്റർ നമുക്ക് വിഷ്വലി നമുക്ക് കാണാം കത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് റീപ്ലേസ് ചെയ്തേ പറ്റൂ. അത് കൂടാതെ ധാരാളം കമ്പോണൻസുകൾ ഇതിനകത്ത് ഡാമേജ് കാണും. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതിൽ നമുക്ക് മെയിൻ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം, ഏതൊക്കെ ഷോർട്ടാണെന്ന്. നമുക്ക് ആ ഷോർട്ട് ഉള്ള ട്രാൻസിസ്റ്റർ എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് ഷോർട്ടായ ട്രാൻസിസ്റ്ററുകൾ എങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാമെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഹീറ്റ് സിങ്കിൽ നിന്ന് നമ്മുടെ ബോർഡ് സെപ്പറേറ്റ് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ബോർഡ് ഇളക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ പല ട്രാക്കുകളും കത്തിപ്പോയതായിട്ട് നമുക്ക് കാണാം. അതിനായിട്ട് നമ്മൾ ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സൈഡിൽ ട്രാൻസിസ്റ്റർ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാണ്. അപ്പം ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ഷോർട്ടായാൽ തന്നെ നമുക്ക് ആ സെക്ഷനിലെ ഫുള്ള് ട്രാൻസിസ്റ്ററും നമ്മൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റിയിലാണെങ്കിൽ നമുക്ക് ഫുള്ള് ഷോർട്ട് കാണിക്കും. ഇപ്പം ഞാനിവിടെ ഒരു സിമ്പിൾ മെത്തേഡ് പറയുകയാണ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് ഏതാ ഷോർട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിനകത്ത് നമ്മുടെ ഓംസിൻ്റെ സെക്ഷനിലേക്ക് ഇടണം. ഞാനിപ്പോൾ ഇവിടെ 200 ഓംസിൻ്റെ സെക്ഷനിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ ചെക്ക് ചെയ്തപ്പം ആദ്യത്തെ ട്രാൻസിസ്റ്റർ നമുക്ക് 5 ഓംസ് കിട്ടുന്നുണ്ട്. ബേസും എമിറ്ററും കളക്ടറുമായിട്ട് 5 ഓംസ് ഒക്കെ റീഡിങ് ഇടുന്നുണ്ട്. അപ്പം ഈ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 7 വരുന്നുണ്ട്. അതേപോലെ അടുത്ത ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്തപ്പോൾ 7 വരുന്നുണ്ട്. 7 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. വീണ്ടും അടുത്ത ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാണ്. അവിടെ ലോ വാല്യൂ ആണ് കിട്ടിയത്. 3.5 4-നടുത്തുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. അടുത്ത ട്രാൻസിസ്റ്റർ അതേപോലെ ചെക്ക് ചെയ്യാണ്. അത് നമുക്ക് 3.7 3.6 റേഞ്ചിലുള്ള ഒരു വാല്യൂ ആണ് കിട്ടിയത്. അപ്പം ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ ലോ വാല്യൂ റെസിസ്റ്റൻസ് കാണിച്ച ട്രാൻസിസ്റ്ററുകളെല്ലാം ഷോർട്ടായിരിക്കും. 7 ഓംസ് ഒക്കെ കാണിച്ച 2 ട്രാൻസിസ്റ്റർ ഓക്കെ ആയിരിക്കും. അത് നമുക്ക് കൺഫേം ആണ്. നമുക്ക് ബാക്കിയുള്ള ട്രാൻസിസ്റ്ററിൻ്റെ കാലുകൾ ഇളക്കിയോ കാല് ലെഗ് കട്ട് ചെയ്യുകയോ ഇളക്കി നോക്കി നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുവിധം കൺഫേം ചെയ്യാവുന്നതാണ് ഏത് ട്രാൻസിസ്റ്ററൊക്കെയാണ് ഷോർട്ടെന്ന്. ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഏത് ട്രാൻസിസ്റ്ററാണ് ഷോർട്ട് എന്നുള്ളത്. അല്ലാതെ നമ്മൾ കണ്ടിന്യൂറ്റി റേഞ്ചിലിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരേ റീഡിംഗ് ആയിരിക്കും, ഷോർട്ട് റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സംശയമായിരിക്കും ഏത് ട്രാൻസിസ്റ്റർ ആയിരിക്കും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഹൈ വാട്ടേജ് റെസിസ്റ്റൻസ് ഇളക്കുകയോ അല്ലെങ്കിൽ ചിലർ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗ് കട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്.
ഇങ്ങനെ ചെക്ക് ചെയ്ത ഒടുവിൽ നമുക്ക് ഒരു 5 ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകൾക്ക് നമുക്ക് ഡാമേജ് ആയിട്ട് കിട്ടി. അതേപോലെ തന്നെ 5 ഹൈ വാട്ടേജ് റെസിസ്റ്റൻസുകൾ, അതേപോലെ ഒരു 1837 നമ്പർ ട്രാൻസിസ്റ്റർ, 5401 ട്രാൻസിസ്റ്റർ, 4148 ഡയോഡ്, 220 ഓം റെസിസ്റ്റൻസ് 2 സൈഡിലായിട്ട്. ഇതൊക്കെ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഈ സെഷനിൽ നമുക്ക് കിട്ടിയ കംപ്ലൈൻ്റ് ആയ പാർട്സ്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്കൊരു 100 ഓം റെസിസ്റ്റൻസ് കത്തിക്കിടക്കുന്ന കണ്ടായിരുന്നു, അത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ. ഇതേപോലെ ഈ സൈഡിൽ നമുക്കൊരു 220 ഓമിൻ്റെ 2 റെസിസ്റ്റൻസ്, അതേപോലെ 1K ഒരു റെസിസ്റ്റൻസ് ഇവ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും പാർട്സാണ് നമുക്ക് ഡാമേജ് ആയിട്ട് കിട്ടിയത്. നമുക്കതെല്ലാം റീപ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് ബോർഡ് ചെക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ നമ്മുടെ ബോർഡിനകത്ത് എല്ലാം NJW സീരീസിലുള്ള ട്രാൻസിസ്റ്റർ ആയിരുന്നു കിടന്നിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ NJW സീരീസ് ട്രാൻസിസ്റ്റർ നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് ട്രാൻസിസ്റ്ററും നമ്മുടെ 5200 1940 ട്രാൻസിസ്റ്റർ ഇട്ട് ചെയ്യുകയാണ്. അപ്പം 2 സൈഡിലും 5200 1940 ട്രാൻസിസ്റ്റർ ഇട്ടാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്. NJW സീരീസിലുള്ള ട്രാൻസിസ്റ്റർ നമുക്ക് അത്ര എണ്ണം എടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള പഴയ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഞാൻ ഫുള്ള് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ നമ്മൾ മാറ്റുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഇത് റിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പം ബാക്കി പോയ കമ്പോണൻസുകളെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കമ്പോണൻസ് എല്ലാം കണ്ടു കാണുമല്ലോ. ആ കമ്പോണൻസുകളാണ് നമുക്ക് നിലവിൽ ഡാമേജ് ആയിട്ട് കാണിച്ചത്. നമുക്കിതെല്ലാം റീപ്ലേസ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡാമേജ് പാർട്സ് എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ള അവസ്ഥയാണിത്. ഇപ്പം ഈ നമ്മൾ കാണിച്ചായിരുന്നു 220 ഓം 2 റെസിസ്റ്റൻസ് അവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് 220 ഓം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കത്തിപ്പോയത്, അത് മാറിയിട്ടുണ്ട്. അതേപോലെ 4148 ഡയോഡ് കത്തിയിട്ടുണ്ടായിരുന്നു, അത് മാറി. 5401 ട്രാൻസിസ്റ്റർ അത് റീപ്ലേസ് ചെയ്തു. ആ സൈഡിലെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ നമുക്കൊരു 1837 ട്രാൻസിസ്റ്റർ അത് റീപ്ലേസ് ചെയ്ത പുതിയതാണ്. പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എല്ലാം നമ്മൾ 2SI സീരീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം NJW സീരീസ് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത്ര എണ്ണം എടുക്കാനില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും പേര് നമുക്ക് എടുക്കാനില്ലായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഹൈ വാട്ടർ റെസിസ്റ്റൻസ് കത്തിപ്പോയതെല്ലാം ഒറിജിനൽ ടൈപ്പ് തന്നെ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. 100 ഓം റെസിസ്റ്റൻസ് കത്തിയത് നേരത്തെ തന്നെ മാറ്റിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ബോർഡിൻ്റെ അവസ്ഥ. നമ്മളത് ആംപ്ലിഫയറിൽ ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു, എന്നാലും നിങ്ങളെ അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കാണിക്കുകയാണ്. ഇത് നമ്മൾ ആംപ്ലിഫയറിനകത്ത് ഫുള്ള് ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്ത്, ഫുള്ള് പോയിട്ടില്ല എന്നാലും അത്യാവശ്യം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നമ്മുടെ ചാനൽ A സൈഡാണ്. അവിടെ NJW സീരീസാണ് ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ കിടക്കുന്നത്. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഓഡിയോ ടെസ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ ആംപ്ലിഫയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആംപ്ലിഫയർ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചാനൽ Bയിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ മോഡിലാണ് ആംപ്ലിഫയർ കിടക്കുന്നത്. ചാനൽ Bയിൽ നിന്ന് തന്നെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. സ്പീക്കറിൻ്റെ ബ്ലാക്ക് റെഡ് വയർ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് ചാനൽ Bയുടെ. നമ്മൾ ഓഡിയോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആക്കിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ 2 സൈഡ് ഒഴിവായി. നേരത്തെ കണക്കല്ല, നോർമലായിട്ട് ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ചാനൽ Bയുടെ വോളിയം തുറക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്പീക്കറിൽ നിന്ന് സോങ് പ്ലേ ചെയ്യുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. സൗണ്ടൊക്കെ പക്കയാണ്, എല്ലാം ക്ലാരിറ്റിയായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ആംപ്ലിഫയറിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്, നോർമലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇതേപോലെ ഉള്ള വീഡിയോ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ.